നഹ്സ് വല്ലാതെ അങ്ങ് കൂടുക പാടില്ല. അതേസമയത്ത് നഹ്സൊന്നുമില്ല, അങ്ങനെ സംഭവമേ ഇല്ല, അത് പറയാൻ പാടില്ല. ദീനല്ലാത്തോണ്ടാ പറഞ്ഞേ, അത് ശരിയല്ല. നഹ്സ് ഉണ്ട് എന്ന് ഉറപ്പല്ലേ, അല്ല പിന്നെ സാധ്യത ഉണ്ടാവും. ഖുർആനിൽ തന്നെ നഹ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വ്യത്യസ്ത അർത്ഥങ്ങളൊക്കെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ, സൂറത്തുൽ ഖമറിലുള്ള ആയത്താണ്. വഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്തിൻ, സൂറത്ത് ഫുസ്സിലത്തുള്ളതാണ്. അപ്പം നഹ്സ് ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതായത് സഅദ് എന്ന് പറഞ്ഞാൽ എന്താ, നഹ്സിൻ്റെ നേരെ എതിര് ശുഭകരമാവുക, മനസ്സിന് സന്തോഷകരമാവുക, ഇണങ്ങിയതാവുക, അസ്വസ്ഥതയൊന്നും ഇല്ലാത്തതാകുക. നഹ്സ് എന്ന് പറഞ്ഞാലോ അശുഭം, ശുഭകരമല്ലാത്തത്, അത് രണ്ടും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറയാം, ഹദീസിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുന്നത്, അപ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നല്ല വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള അക്വയർ എന്ന് പറയുക, അക്വറിയം, മത്സ്യങ്ങൾ ഇങ്ങനെ കളിക്കുന്ന നല്ല എന്ത് റാഹത്തെന്ന, അപ്പുറത്ത് നല്ല പുഷ്പങ്ങൾ, സുബ്ഹാനല്ലാഹ്. സിറ്റ് ഔട്ടിൽ അതിൻ്റെ മേലെ തന്നെ ആ ചുമരിൽ നല്ല ഖുബ്ബത്തുൽ ഖുലറായിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ആ ഖുബ്ബ ഇവിടെ ചിത്രം. ഇത് കാണുമ്പോഴൊരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ? ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നല്ല സന്തോഷമായിരിക്കും അല്ലേ? അവൻ വേറെ വീട്ടിൽ പോയി കയറി ചെല്ലുന്നിടത്ത് തന്നെ വാക്കത്തന്നെ ഒരു കുറ്റിച്ചൂര്, അങ്ങനെ ഒരു പടന്നേവരിങ്ങനെ ചാണവൻ അടക്കെട്ടിക്ക്, ഇങ്ങനെ പഴയ ഭാഷ ഇങ്ങനെ പുറത്തുനിന്ന് പശുവിൻ്റെ മൂത്രം യാതൊരു നിവൃത്തിയില്ല. ഈ രണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള മാനസികാവസ്ഥ ഒരുപോലെയാണോ? ആരെങ്കിലും മാനസികാവസ്ഥ ഒരുപോലെ ഉണ്ടെങ്കിൽ ഓനെ ഒന്ന് ശരിക്കും രക്തം ടെസ്റ്റ് ചെയ്യാൻ പൂനെയല്ലോ എവിടെ അയക്കേണ്ടി വരും. കാരണം അത്രയും അതെന്നാ നോക്കണോ ആ രക്തത്തിൻ്റെ സ്ഥിതി എന്നത്, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തും. ഒന്ന് കേട്ടോ. ആൻ ബുറൈദ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യതതയ്യറു മിൻ ശൈഇൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തെയും അവലക്ഷണമായി കണ്ടുകൊണ്ട് അതിൻ്റെ പേരിൽ അതിനെ തുടർന്ന് നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. വേറെ ഹദീസ് നോക്കണമല്ലോ, ഒറ്റ ഹദീസ് അല്ലല്ലോ. ഫഇദാ ബഅസ ആമിലൻ സഅല അൻ ഇസ്മിഹി, ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഉദ്യോഗത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ പേരെന്താന്ന് ചോദിക്കും. ഫഇദാ അജബഹു ഇസ്മുഹു, പേര് പറഞ്ഞു